നമസ്കാരം എല്ലാ കുട്ടികൾക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററായ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. കുട്ടികളൊക്കെ ഇങ്ങനെ പ്ലസ് വണ്ണിലൊക്കെ ഇത്തിരിയൊക്കെ പഠിച്ചിട്ടുണ്ട്, അന്നും ഇത്തിരിയേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു എൻട്രൻസിനെ ബേസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല ഡീപ്പായിട്ട് പഠിക്കുക, എന്നെങ്കിൽ മാത്രമേ എക്സാമിന് കിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കാണുമ്പോഴേ അത്ര ഇഷ്ടമല്ല, റേഞ്ച് എന്ന് കാണുമ്പോൾ അല്ലേ, ഡൊമൈന് റേഞ്ച് ഇങ്ങനെയൊക്കെയുള്ളതിനെ കാണുന്നതേ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമല്ല എന്നുള്ളതിനെ നോക്കിയല്ല പഠിക്കേണ്ടത്, നമുക്ക് വേണ്ടതിനെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കീം മാത്രമായിട്ട് എഴുതുന്നവരുണ്ടാവും, ND എഴുതുന്നവരുണ്ടാവും, നീറ്റ് മാത്രം എഴുതുന്നവർ, അങ്ങനെ ഒന്ന് മാത്രം എന്നാക്കരുത്. മാക്സിമം എൻട്രൻസുകളെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം. എവിടെയെങ്കിലും നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് ഉറപ്പിച്ച് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഒന്നിനെ മാത്രമായിട്ട് ഇരിക്കുന്നവരെ മാത്രമൊന്ന് പറയുമായിരുന്നു. ഓക്കെ, മാക്സിമം നിങ്ങൾ സൈറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല കോഴ്സുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്യൂട്ടബിൾ കോഴ്സിനെ അതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്താനും പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ കോഴ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിയിരിക്കും ഉടൻ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കയറാം. റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 മൈനസ് കോസ് 3x. എന്താണ് ഈ റേഞ്ച്? ഡൊമൈന് റേഞ്ച്. ഈ ഡൊമൈൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും, പൈസ കൊടുക്കും. അത് ഡൊമൈൻ. അവർ തിരിച്ചെന്ത് തരും? സാധനം തരും, അതിനനുസരിച്ചുള്ളത് അല്ലേ. അല്ലാതെ 100 രൂപ കൊടുത്താൽ എല്ലാ സാധനവും ഇഷ്ടമുള്ള പോലെ കിട്ടത്തില്ലല്ലോ. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കൊടുക്കാൻ പറ്റുന്നതിനെയാണ് എന്ത്? ഡൊമൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് ഡൊമൈൻ, കിട്ടുന്ന സാധനമാണ് എന്ത്? റേഞ്ച്. കിട്ടുന്നതാണ് റേഞ്ച്. അപ്പോൾ ഈ ഫംഗ്ഷനുള്ളിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതിന് കിട്ടുന്ന ആൻസർ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് പോകും നമ്മളിതില്ലയോ. മാക്സിമം ഇവിടം തൊട്ട് അവിടം വരെ, ആ രീതിയിൽ കൂടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമിന് നമുക്കിപ്പോൾ 80 മാർക്കിൻ്റെ എക്സാമാണ്. നമ്മളിപ്പം സ്കൂളിലൊക്കെ +2ൻ്റെ മാർക്കൊക്കെ നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാമും ഓണ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനൊക്കെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് അല്ലേ, ആൻസർ അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ കിട്ടുമല്ലോ ആൻസർ, മാർക്ക് കിട്ടുമല്ലോ. ഈ കിട്ടുന്ന മാർക്ക് എവിടം തൊട്ട് എവിടം വരെ വരാം? 0 തൊട്ട് 8 വരെ. 80 മാർക്കിൻ്റെ ഒരു എക്സാം ആണെങ്കിൽ 0 തൊട്ട് 8 വരെ, അതാണ് റേഞ്ച്. മനസ്സിലായല്ലോ? കിട്ടുന്നത് അതാണ് റേഞ്ച്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്താണെന്ന് റേഞ്ച്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഡൊമൈൻ, തിരിച്ച് മാർക്കായിട്ട് കിട്ടുന്നതാണ് റേഞ്ച്. അപ്പോൾ അത് 0 തൊട്ട് 8 വരെ ഉള്ളൂ. അല്ലാതെ 80 മാർക്കിൻ്റെ ഒരു എക്സാമിന് 81 കിട്ടുമോ? ഇല്ല. 0 കുറയോ? അതില്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞാൽ 0 വരെ താഴുകയും ചെയ്യാം. അപ്പോൾ 0 to 8. അതേപോലെ ഇവിടെയും എവിടം തൊട്ട് എവിടം വരെ കിട്ടുവാണ് അതിൻ്റെ ആൻസർ, അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് തുടങ്ങണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നിന്നാണ് അവനെ തുടങ്ങേണ്ടത്. കോസ് 3x അവനാണ് ഇവിടുത്തെ കീ. അപ്പോൾ അത് നോക്കണം. -1 <= cos 3x <= +1. ഇവിടുന്ന് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ cos 3x ആണേലും sin 3x ആണേലും cos 30x ആണേലും 30 കേട്ടോ, ഇതിപ്പോൾ 3x ഉള്ളൂ. 30x ആണേലും 300x ആണേലും 3000x ആണേലും ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and +1. മറന്നു പോകല്ലോ. ഓക്കെ, അതാണ് നമുക്ക് ഇതിൻ്റെ കീ. ഇത് മറന്നു പോകല്ലോ. എന്ന് പറഞ്ഞാൽ cos 3xൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കായിരിക്കും. ഇനി നമ്മുടെ ജോലി എന്താണെന്ന് കേട്ടോ, ഇതിൻ്റെ ഒരു എയിം. നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ഏതൊക്കെ സ്ഥലത്തൂടെയാണ്, നമുക്ക് അവസാനം ഇങ്ങനെ എത്തണം നടുക്ക്. നമ്മളിപ്പോൾ ഇത് മാത്രം തുടങ്ങിയത്, ഇവനെ എല്ലാം ചേർത്ത് കുറേ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് ഇവിടെ 1/2 cos 3x എന്ന് വരും പതുക്കെ. ഓക്കെ, ആ സ്റ്റെപ്പുകളിലോട്ട് പോകാം. നെക്സ്റ്റ് നോക്കിക്കേ, ഈ cos 3x എന്തുണ്ട്? പിന്നെ മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒരു മൈനസും കൊണ്ട് അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെയും ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ബൈ -1. നെക്സ്റ്റ് സ്റ്റെപ്പാണേ, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കുകയാണേ, -1 × -1 +1 > cos 3xൻ്റെ സൈൻ എന്തായി മോനെ? -1 > -1. ഓക്കെ, അപ്പം -1 × -1 +1 -1 × cos 3x -cos 3x -1 × 1 -1. ഇനിക്വാലിറ്റി സൈൻ ചേഞ്ച് ചെയ്തു. ഒന്നാമത്തെ അപ്പോൾ ഇത്രയും വരെ മൈനസ്. ഇനി ആരുണ്ട്? ഒരു മോനെ 2 ഇല്ലയോ? ആഡിങ് 2. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ആഡിങ് 2. ഓക്കെ, ആഡിങ് 2നെ നമ്മൾ എല്ലാവരും ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1 + 2 -cos 3x +2 -1 + 2. ഓക്കെ, എല്ലായിടും നമ്മളങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ 1 + 2 > 2 - cos 3x. നിങ്ങളായിരിക്കും അയ്യോ അങ്ങനെയല്ലല്ലോ എഴുതേണ്ടത്, -cos 3x +2. അത് തന്നെയാണ് 2 - cos 3x. ഓക്കെ, നെക്സ്റ്റ് > -1 + 2.
ഇപ്പോൾ എന്താ സംഭവിക്കുന്ന മോനെ 1 + 2 becomes 3 greater than or equal to 2 minus cos 3x. 2 minus cos 3x greater than or equal to 1. ഓക്കെ, അത്രയായി. ഇപ്പോഴും ആൻസർ ആയിട്ടില്ലല്ലോ. നമുക്ക് വേണ്ടത് എന്താ 1/2 മൈനസ് കോസ് അല്ലേ. ഇത് 2 മൈനസ് ആയി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ, അത്രയേ ഉള്ളൂ. എല്ലായിടത്തും റെസിപ്രോക്കൽസുകളെ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേക്കിംഗ് റെസിപ്രോക്കൽസ്. അപ്പോൾ എന്ത് ചെയ്യും പിന്നെ 3 എന്നുള്ളതിൻ്റെ റെസിപ്രോക്കൽ എത്ര ആവും? 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇനിക്വൽ സൈൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴോ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇനിക്വൽ സൈൻ ചേഞ്ച് ചെയ്യണം. റെസിപ്രോക്കൽസ് എടുക്കുമ്പോഴും ഇനിക്വൽ സൈൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് 1/2 മൈനസ് കോസ് 3x എന്നായി. ഓക്കെ, കോസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1ൻ്റെ റെസിപ്രോക്കൽ എത്ര തന്നെയാണ്? 1. ഓക്കെ, കഴിഞ്ഞു. തീർന്നു കേട്ടോ, പ്രോബ്ലം തീർന്നു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? പ്രോബ്ലം തീർന്നു. നമ്മുടെ ഫംഗ്ഷൻ കിട്ടി കണ്ടോ? 1/2 മൈനസ് കോസ് 3x ആൻഡ് ഇത് കിട്ടി, ഫുള്ള് കിട്ടി നടുക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാൾ ഈ 2 പേർക്ക് ഇടയ്ക്കാണ് എന്ന് പറയാം. ഇയാളുടെ വാല്യൂ 1/3 തൊട്ട് 1 വരെയാണ്. 1/3 തൊട്ട് 1 വരെ ഉള്ളത് ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, therefore range is equal to 1/3 1 എന്ന് പറയാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1/3 to 1 എന്ന് പറയാം. 1/3 തൊട്ട് എല്ലാ ഡെസിമൽ നമ്പർ ഉൾപ്പെടെ +1 വരെ ഉള്ളതേ ഉള്ളൂ. വേറെ ആരും ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എഴുതണ്ടായാലും പ്രത്യേകിച്ച് ഇതൊന്ന് കിട്ടി. രണ്ടാമത് ഫൈൻഡ് ദ റേഞ്ച് ഓഫ് f(x) ഈക്വൽ ടു 5 sin x + 12 cos x. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് എക്സ്പ്രഷനാണ്. എന്ന് പറഞ്ഞാൽ a sin x + b cos x ഫോർമാറ്റാണ്. a sin x + b cos x അല്ലെങ്കിൽ a sin x - b cos x, അത് പ്ലസ് മൈനസും ഒക്കെ വരാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ പ്ലസ് മൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓർത്തോണം -√(a² + b² + √(a² + b². ഇതാണ് ഫോർമുല. ഓക്കെ, -√(a² + b², +√(a² + b². ഇവിടെ എയും ബിയും ഒക്കെ ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഇവിടെ ഇതാണ് എ, ഇതാണ് ആരാ? ബി. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും നോക്കിക്കേ. നമുക്ക് റേഞ്ച് വരുന്നത് -√(5² + 12², പിന്നെ ഇവിടെ വരുമ്പോൾ 5² + 12². ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്പറുകൾ അല്ലേ. പൈതഗോറിയൻ ട്രിപ്പിൾസിലെ വളരെ ഇമ്പോർട്ടൻ്റ് 5, 12, 13. ഓക്കെ, 5ൻ്റെ സ്ക്വയറും 12ൻ്റെ സ്ക്വയറോട് ആഡ് ചെയ്താൽ വി ഗെറ്റ് 13 കേട്ടോ. √() ആണെങ്കിൽ 13 കിട്ടും. ഇത് 5ൻ്റെ സ്ക്വയർ എത്ര മോനെ? 25. ഇത് 144. 144 25 ചേർന്ന് 169. റൂട്ട് എടുക്കുമ്പോൾ 13. ഓക്കെ, അപ്പോൾ ഇവിടെ -√169 എഴുതുന്നില്ല, ഞാൻ നേരിട്ട് എഴുതുകയാണ് 13. ഇവിടെ എന്താണ്? +13. അപ്പോൾ -13 to +13 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. മനസ്സിലാക്കി പഠിക്കണം. ഇതിങ്ങനെ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് വെച്ച് എക്സാമിന് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ മറക്കാതെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് വളരെ പ്രയോജനം. നമ്മൾ ഹയർ സ്റ്റഡീസിന് ഏതിന് പോയാലും ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു എൻട്രൻസ് എന്ന് മാത്രമാക്കണ്ട, ഇനിയും +2 കഴിഞ്ഞിട്ട് മാത്സ് ഉള്ള ഒരാൾ ഏത് കോഴ്സ് എടുത്താലും ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരിലോട്ടെല്ലാം ഒരു എൻട്രൻസ് എഴുതാൻ പോകുന്നവരെന്ന് മാത്രം നോക്കണ്ട. ഏത് മാത്സ് ഉള്ള ഒരാൾ ഏതെങ്കിലും കോഴ്സിന് പോകുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.